സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ടാൻസാനിയയുടെ ഭാഗമായിട്ടുള്ള സൻസിബാർ പണ്ടൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു, സുൽത്താനേറ്റ് ഓഫ് സൻസിബാർ. എന്നാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൽ, ഭരണാധികാരിയെ ഉൾപ്പെടെ തീരുമാനിക്കുന്നതിൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സംരക്ഷണയിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. സുൽത്താൻ്റെ വ്യക്തിഗത സുരക്ഷാ ഗാർഡുകളല്ലാതെ മറ്റൊരു സൈന്യം ആ രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല. 1896 ഓഗസ്റ്റ് 25 അന്ന് സുൽത്താനായിരുന്ന സുൽത്താൻ ഹമദ് ബിൻ തുവാനി മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഹമൗദ് ബിൻ മുഹമ്മദിനെ സുൽത്താനാക്കണമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആവശ്യം. എന്നാൽ അത് നിരാകരിച്ച് മരിച്ചുപോയ സുൽത്താൻ്റെ മരുമകനായ സുൽത്താൻ ഖാലിദ് ബിൻ ബർഗാഷ് സ്വയം സുൽത്താനെ അവരോധിക്കപ്പെടുകയായിരുന്നു. അത് ഇഷ്ടപ്പെടാതിരുന്ന ബ്രിട്ടീഷുകാർ സുൽത്താനോട് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടു. 1896 ഓഗസ്റ്റ് 27 രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് സ്ഥാനം ഒഴിയണമെന്നായിരുന്നു അന്ത്യശാസനം നൽകിയിരുന്നത്. അത് അനുസരിക്കാൻ കൂട്ടാക്കാതെ സുൽത്താൻ ഖാലിദ് തൻ്റെ അംഗരക്ഷകരായ സൈനികരെയും അടിമകളെയും കുറച്ച് നാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരത്തിന് ചുറ്റും ബ്രിട്ടീഷ് സേനയ്ക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നിലകൊണ്ടു. എന്നാൽ തുറമുഖത്ത് കരുതലോടെ കാത്തിരുന്ന ബ്രിട്ടീഷ് നാവികസൈന്യം അവരുടെ പടക്കപ്പലിലെ പീരങ്കികളിൽ നിന്നും കൃത്യം 9:02 വെടിയുണ്ടകൾ ഉതിർക്കാൻ തുടങ്ങി. അതിലാ കൊട്ടാരം ജ്വലിച്ച് നാമാവശേഷമായപ്പോൾ സുൽത്താൻ ഖാലിദിന് നാടുവിട്ട് ഓടേണ്ടി വന്നു. അതോടുകൂടി 38 മിനിറ്റ് കൊണ്ട് ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു.